Hi friends, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ Bassheads 100 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർഫോൺ. സോ അധികം വലിച്ചിട്ടാത്ത ലെറ്റ്സ് റോൾ. സോ ഏതാണ് ബോട്ട് Bassheads 100ൻ്റെ ബോക്സ് ആയിട്ട് വരുന്നത്? അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് ഇവർ നൽകിയിരിക്കുന്നത്. സൗണ്ട് ആസ് ഫങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ പൗച്ച് എന്നൊക്കെ ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രകോഷത്തിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാസ് നൽകുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ബട്ടൺ മൈക്രോഫോൺ ആണ്, മറ്റു ഹാൻഡ്സ് ഫ്രീ പിക്കപ്പ് ആൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ടോട്ടലായിട്ട് ഇത്തരത്തിലുള്ള ഐറ്റംസാണ് നമുക്ക് ഈ ബോക്സിൽ നിന്ന് ലഭിച്ചത്. ആദ്യമായി തന്നെ അവർ ഫ്രീ എന്ന് പറയുന്ന പൗച്ച് തന്നെ ലഭിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ്. നമുക്ക് ഇയർഫോണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പൗച്ച്. അതുപോലെ തന്നെ ഇനി ഇയർഫോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ വേറെ എന്തൊക്കെ നോക്കാം. ഓക്കെ, ഒരു ബോട്ട് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒരു സ്റ്റിക്കറാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാറൻറ്റി കാർഡാണിത് കാണിക്കുന്നത്. പിന്നെ ഒരു ബോട്ടിൻ്റെ ഒരു കാറ്റലോഗാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇയർ ബഡിൻ്റെ. നമുക്ക് ചെവിയിൽ ചില ബഡ്സുകളൊന്നും ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അനുസരിച്ചുള്ള പല സൈസുള്ള വേരിയബിൾ ആയിട്ടുള്ള ഇയർ ബഡ് ഇവിടെ ലഭ്യമാണ്. നമുക്കതനുസരിച്ചുള്ള ചൂസ് ആയിട്ടുള്ള നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. ഇത് ഫ്യൂരിയസ് റെഡ് പറയുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ വൈറ്റ്, CSK ബ്ലാക്ക്, പിങ്ക് എന്ന് പറയുന്ന മറ്റു വേരിയബിൾ കളേഴ്സും ലഭ്യമാണ്. അതുപോലെ തന്നെ കുറേ മിക്സിംഗ് ആയിട്ടുള്ള പല കളറും ഉണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹോക്ക് ഇൻസ്പയർഡ് ഡിസൈൻ ആണെന്നാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു നോർമൽ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ടച്ച് ചെയ്തിട്ട് തോന്നുന്നത് കുഴപ്പമില്ല, പെട്ടെന്നൊന്നും വീണാൽ പൊട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് വയറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട, അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ള വയർ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കാനുള്ള പൗച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറിൻ്റെയൊക്കെ ക്വാളിറ്റി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് കുഴപ്പമില്ല. സാധാരണ ഈ ഒരു റേറ്റ് ലഭിക്കുന്ന ഒരു ഇയർഫോണിൻ്റെ തന്നെ അത്യാവശ്യം ആ ഒരു രൂപത്തിലുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിനുണ്ട്, കുഴപ്പമില്ല. പിന്നീട് ഇതിൻ്റെ വെയിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 13 ഗ്രാം വെയിറ്റ് മാത്രമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ 3.5 mm ഓഡിയോ ജാക്കാണ് ഇതിൻ്റെ കണക്റ്റിംഗ് കേബിളായിട്ട് വരുന്നത്. പിന്നെ ഇത് നൽകിയിരിക്കുന്നത് L9 മൈക്രോഫോണാണ്. അത്യാവശ്യം നല്ലൊരു HD കോൾസിലൂടെ നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പറ്റും. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്ലേ ബട്ടണൊക്കെ ഉള്ള മറ്റൊരു ബട്ടണാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓവറി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൈ ലെവലുള്ള കാര്യങ്ങളുള്ള ബാസ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. സാധാരണ ഒരു നോർമൽ ഒരു മീഡിയം ലെവലുള്ള ബാസ് കാര്യങ്ങളാണ്. പിന്നെ സൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്ലിയറുള്ള ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് വശം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇയറിൽ നല്ല കംഫർട്ട് ആയിരിക്കുന്നുണ്ട്. കൂടുതൽ സമയം ഇയറിൽ വെച്ചാലും നമുക്ക് പെയിൻ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കുകയില്ല. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഇയർഫോൺ നമുക്ക് പറയാം. ഈ ഒരു ബഡ്ജറ്റിനാണെങ്കിൽ ഒരു നോർമൽ ഇയർഫോൺ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 rupees ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്.